+2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഇലക്ട്രിക് ഡൈപോളിനെ പറ്റിയായിരുന്നു. അന്നേരം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ് ആണ്. +q -q സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ഈ അറേഞ്ച്മെൻ്റാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അന്നേരം ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷൻ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം മാറിയും തിരിഞ്ഞ് ചോദിക്കുന്നതാണ്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. നമുക്ക് അതിന് എൻ്റെ ഫിഗർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് +q -q സെപ്പറേറ്റ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ആ സ്മാൾ ഡിസ്റ്റൻസ് നമ്മൾ 2a എന്നാണ് നമ്മൾ എടുത്തത്. ഇതിന് സെൻറ്റർ, ഡൈപോളിൻ്റെ സെൻറ്റർ ഞാൻ O എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. O എന്ന് അടയാളപ്പെടുത്തി സെൻറ്റർ മിഡ് പോയിന്റ് O ആണ്. O എന്ന് എടുക്കുമ്പോഴത്തേക്ക് +q a ഡിസ്റ്റൻസ്, -q a ഡിസ്റ്റൻസ്. ഇതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. ആക്സിയൽ ലൈനിൽ ഒരു പോയിൻ്റ് എടുക്കുന്നു. ആക്സിയൽ ലൈനിൽ ഒരു പോയിൻ്റാണ് P എന്ന് എടുക്കുന്നത്. അന്നേരം പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അന്നേരം പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ +q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെയും -q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെയും വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ നമുക്കറിയാം P എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അന്നേരം നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇതിന് യൂണിറ്റ് വെക്ടർ പി ക്യാപ്പ് എന്ന് കൊടുക്കാം. പി ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ്. അന്നേരം കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെൻ്റ് P = 2aq. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെൻ്റ് P = 2aq. അത് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ലെങ്ത് ഓഫ് ദ ഡൈപോൾ എന്ന് പറയുമ്പോൾ +q -q തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. മിഡ് പോയിന്റിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ +q -q a എന്ന് വരും. രണ്ടും കൂടെ എടുക്കുമ്പോൾ 2a എന്ന് വരും. അന്നേരം നമുക്ക് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. അന്നേരം ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് P എന്ന് പറയുന്ന ആക്സിയൽ ലൈനിലെ പോയിന്റ്, അന്നേരം പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെച്ചാൽ +q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും -q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അന്നേരം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു +q അറ്റ് A. ഈ A എന്ന് കൊടുക്കുക. ഈ പോയിന്റ് A എന്നും ഈ പോയിന്റ് നമ്മൾ B എന്നും കൊടുത്തിരിക്കുന്നു. അന്നേരം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു +q അറ്റ് A. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു +q അറ്റ് A. എയിലെ +q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് E എന്ന് കൊടുക്കാം. വെക്റ്റർ E എന്ന് കൊടുക്കാം. വെക്റ്റർ EA. വെക്റ്റർ EA = നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം E = 1/4πε0 ഇൻറ്റു q/r² ആണ്. q/r² ആണ്. ഓക്കെ. അന്നേരം വെക്റ്റർ EA = അന്നേരം +q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്റ്റർ EA = 1/4πε0 ഇൻറ്റു ചാർജ് q ആണ്. q/ഡിസ്റ്റൻസ്, പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. പിയിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഡൈപോളിൻ്റെ സെൻറ്റർ, ഫിഗർ ശ്രദ്ധിച്ചോണം, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് r എന്ന് നമ്മൾ എടുത്തിരിക്കുന്നു. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ EA = 1/4πε0 ഇൻറ്റു q/പിയിലേക്കുള്ള ഡിസ്റ്റൻസ് +qയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ പിയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. അവിടെ ഓയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് A. അന്നേരം പിയിൽ നിന്ന് എയിലേക്കുള്ള, അതായത് +qയിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പം ആറിൻ്റെ കൂടെ എയും കൂടെ ആഡ് ചെയ്യണം. അന്നേരം r + a the whole square.
നമ്മൾ വെക്റ്റർ ഫോമിൽ ഇത് വെക്റ്റർ ഇ എസ് ഈക്വൽ ടു എന്ന് എഴുതി. അന്നേരം ഇതിനെ വെക്റ്റർ ആക്കാൻ വേണ്ടി നമ്മൾ യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇവിടെ ഉണ്ടാകുന്നത്. അന്നേരം ഇവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും. ഇതാണ് വെക്റ്റർ ഇ എന്ന് പറയുന്നത്. അന്നേരം പോസിറ്റീവ് ചാർജിൽ നിന്ന് അങ്ങോട്ട് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വന്നിരിക്കുന്നത്. അന്നേരം മൈനസ് പി ക്യാപ്പ് എന്ന് കൊടുക്കണം. അന്നേരം മൈനസ് വന്നിരിക്കുന്നത് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അന്നേരം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ചാർജ് മൂലം ഇവിടെ ഉണ്ടാകുന്നത്. അതായത് പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വെക്റ്റർ പിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പി electric field intensity at P due to minus Q at B. ബിയിലിരിക്കുന്ന മൈനസ് ക്യൂ മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നേരത്തെ എഴുതിയ പോലെ തന്നെ വെക്റ്റർ ഇ ബി ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ഇവിടുത്തെ പിയിൽ നിന്ന് മൈനസ് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം. പിയിൽ നിന്ന് മൈനസ് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പം പിയിൽ നിന്ന് മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അന്നേരം നമുക്ക് ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇവിടം വരെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി 6ൽ നിന്ന് ഈ ഭാഗവും കുറച്ചാൽ മതി. ഈ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് എ ആണ്. അന്നേരം r-a² ആണ്. r-a². ഇനി ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വെക്റ്റർ ഇ ബി എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് അവർ. ഇതിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് അന്നേരം പി ക്യാപ്പ്. ഇവിടെ മൈനസ് വന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് പി ക്യാപ്പ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. അന്നേരം പ്ലസ് ക്യൂ മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും മൈനസ് ക്യൂ മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ആയി. അന്നേരം പിയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇ എയുടെയും ഇ ബിയുടെയും വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അന്നേരം റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി എന്ന് പറയുമ്പോഴത്തേക്ക് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി ഈസ് വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു രണ്ടിൻ്റെ കൂടെ വെക്റ്റർ സമം വെക്റ്റർ ഇ എ പ്ലസ് വെക്റ്റർ ഇ ബി. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗർ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. ഫിഗറിൽ നിന്ന് ഇ എയും ഇ ബിയും കണ്ടുപിടിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ 1/4πε0 Q/r² ആണ്. ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിച്ചോളുക. പ്ലസ് ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പം സെന്റർ വരെ 6, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എ. അന്നേരം r+a². ഇനി ഈ ഡൈപോളിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പി ഡ്യൂ ടു മൈനസ് ക്യൂ ടു ബി എന്ന് പറയുമ്പോഴത്തേക്ക് ബിയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പം സെന്റർ വരെ 6 ആണ്. 6ൽ നിന്ന് ഈ ഭാഗം കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇടും. അവിടെ r-a. അതാണ് അവിടെ r-a² വന്നത്. അവിടെ അതേ ഡയറക്ഷൻ തന്നെയാണ്, ഡൈപോളിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് പി ക്യാപ്പ് എന്ന് മാത്രം വന്നു. ഇനി റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പി എന്ന് പറയുമ്പോഴത്തേക്ക് വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി. വെക്റ്റർ ഇ എ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളിപ്പോൾ എഴുതി 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r+a² ഇൻറ്റു മൈനസ് പി ക്യാപ്പ് പ്ലസ് വെക്റ്റർ ഇ ബി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി 1/4πε0 ക്യൂ ബൈ r-a² ഇൻറ്റു പി ക്യാപ്പ്. ഈ മൈനസ് ഞാൻ ആദ്യം എടുക്കുന്ന സമയത്ത് മൈനസ് 1/4πε0 ക്യൂ ബൈ r+a² ഇൻറ്റു പി ക്യാപ്പ് പ്ലസ് 1/4πε0 ക്യൂ ബൈ r-a² ഇൻറ്റു പി ക്യാപ്പ്. ഇവിടെ പ്ലസ് ഉള്ള ടൈം ഞാൻ ആദ്യമേ എഴുതുന്നു, മൈനസ് ഉള്ള ടൈം രണ്ടാമത് എഴുതുന്നു. എന്നാൽ നമുക്ക് ഈ ടൈം ആദ്യമേ ഇങ്ങോട്ട് എടുക്കാം. അന്നേരം 1/4πε0 ക്യൂ ബൈ
ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ് പ്ലസ് ഇതാണ് ഈ ടേം എന്ന് പറയുമ്പോൾ ഈ ടേമിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ മൈനസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ് ഈ പ്ലസ് മൈനസ് മൈനസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ്. ഇനി അത് കോമൺ ആയിട്ടുള്ള ടൈം നമുക്ക് കോമൺ ആയിട്ടുള്ള ടൈം വെളിയിലെടുക്കാം. കോമൺ ആയിട്ടുള്ള ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടൈമിൽ ക്യൂ ഉണ്ട്, ഇവിടെയുണ്ട് ക്യൂ ഉണ്ട്, 4πε0 ഉണ്ട്. എന്നിട്ട് നമുക്ക് ക്യൂ ബൈ 4πε0 എന്ന് പറയുന്ന ടൈം നമുക്ക് കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. എന്നിട്ട് ഇവിടെ ക്യൂ ബൈ 4πε0 എന്ന് പറയുന്ന ടൈം നമുക്ക് വെളിയെടുക്കാം. വെളിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വെക്റ്റർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു ബാക്കി ഇവിടെ ഉള്ള ഈ ടൈമിൽ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ബൈ 4πε0 വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താണ്ട ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ അടിയിലാണ്. എന്നിട്ട് അത് 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ചിഹ്നം മൈനസ് 1/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇനി ആ വെക്റ്റർ ഉണ്ട് അവിടെ. വെക്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് പി ക്യാപ്പ്, രണ്ടിനും കൂടെ കോമൺ ആയിട്ട് പി ക്യാപ്പ്. ഇനി നമുക്ക് എടുക്കാം ക്യൂ ബൈ 4πε0. ഇവിടെ നമുക്ക് ഇതിനെ ആഡ് ചെയ്തെടുക്കണം. ആഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ന്യൂമറേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ആ രൂപത്തിൽ ഇതിനെ വിപുലീകരിക്കണം. അന്നേരം നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെഴുതാം? ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ, ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ടേം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ബ്രാക്കറ്റിനകത്തിട്ട് തന്നെ കൊടുത്തേക്ക്. കാരണം 2-3 ടേം വരും. അന്നേരം ചിഹ്നം തിരിഞ്ഞു പോകും അല്ലെങ്കിൽ. അന്നേരം നമ്മൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അന്നേരം ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ. ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ പി ക്യാപ്പ് വെക്ടർ കൊടുത്തു നമ്മൾ. നമുക്ക് കൊടുക്കാം ക്യൂ ബൈ 4πε0 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് അകത്തേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് മൈനസ് ആർ സ്ക്വയർ മൈനസും ചെയ്യുമ്പോൾ പ്ലസ് 2ar മൈനസ് എ സ്ക്വയർ താഴെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ്. എന്നിട്ട് ഇവിടെ നമുക്ക് നോക്കാം പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. മൈനസ് ആർ സ്ക്വയറും പ്ലസ് ആർ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കിയുള്ള ടേം എന്ന് പറയുമ്പോഴത്തേക്ക് ക്യൂ ബൈ 4πε0 ഇൻറ്റു 2ar ഇൻറ്റു 2ar. അതായത് നമുക്ക് എഴുതാം 2 ഇൻറ്റു 2ar നമുക്ക് എഴുതാം 2 ഇൻറ്റു 2ar ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ്. ഇൻറ്റു പി ക്യാപ്പ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ സ്റ്റെപ്പിൽ
2a ഇൻറ്റു ക്യൂ. 2a ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. 2aq ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് പി ആണ്. പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ്. അന്നേരം 2aq എന്ന് പറയുന്നിടത്ത് നമുക്ക് പി എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഴുതാം വെക്റ്റർ ഈസ് ഈക്വൽ ടു വെക്റ്റർ ഈസ് ഈക്വൽ ടു ക്യൂഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ടീം മാറിക്കഴിഞ്ഞാൽ 1/4πε0 എന്ന് എഴുതാം. 1/4πε0 2 ഇൻറ്റു 2aq എന്ന് പറയുന്ന ടീമാണ്. 2aq എന്ന് പറയുന്ന സമയത്ത് ടീമിന് നമുക്ക് പി എന്ന് കൊടുക്കാം. പി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം ഇൻറ്റു പി ക്യാപ്പ്. ഓക്കെ, അന്നേരം നമുക്ക് ഇക്വേഷൻ നമുക്ക് എഴുതാം. വെക്റ്റർ ഈസ് ഈക്വൽ ടു ഒന്നും കൂടെ എടുത്ത് എഴുതുന്നു 1/4πε0 2pr ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ് ആണ് ഇക്വേഷൻ. നമുക്ക് ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ് വെരി വെരി ലെസ് ദാൻ ആർ സ്ക്വയർ. ആർ സ്ക്വയറിനേക്കാളും വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്ന ടീമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. എ സ്ക്വയർ എന്ന് പറയുന്ന ടീമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അന്നേരം ബാക്കി വരുന്ന ഇക്വേഷൻ വെക്റ്റർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2pr ഡിവൈഡഡ് ബൈ എ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർ സ്ക്വയറേ ഉള്ളൂ. ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ്. ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം r⁴ എന്ന് വരും. നമുക്ക് എഴുതാം വെക്റ്റർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2pr ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു പി ക്യാപ്പ്. മുകളിലൊരു ആറും താഴത്തെ ഒരു ആറും അങ്ങ് വന്നിട്ട് ഇവിടെ 4-ലെ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ 3. എന്നിട്ട് നമുക്ക് എഴുതാം വെക്റ്റർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2p/r³ ഇൻറ്റു പി ക്യാപ്പ്. ഒരു ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണിത്. വെക്റ്റർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2p/r³ ഇൻറ്റു പി ക്യാപ്പ്. ഓക്കെ, അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അടുത്ത രണ്ടാമത്തെ ഒരെണ്ണോടുണ്ട്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈനിലുള്ളത്. മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് ഇക്വറ്റോറിയൽ ലൈനിലുള്ളതാണ്. അതിനകത്തിലാവുമ്പോഴത്തേക്ക് അത് റിസോൾവ് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നുള്ളത് കൊണ്ട് മിക്കവാറും അതാണ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ ആണ് പറയുന്നത്. ഇത് വളരെ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. -q + q തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P is equal to 2a⁵. ഇതിൻ്റെ ഇതാണ് ഡൈപോളിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ O എന്ന് എടുത്തിരിക്കുന്നു. O എന്ന് എടുക്കുന്ന സമയത്ത് Oയിൽ നിന്ന് -q ഡിസ്റ്റൻസ് a, Oയിൽ നിന്ന് +q ഡിസ്റ്റൻസും a, മൊത്തത്തിൽ ഡിസ്റ്റൻസ് a + a 2a എന്ന് പറയും. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P is equal to 2aq. ലെറ്റ് P be a point on the equatorial line at a distance r from the midpoint of the dipole. ഈ ഡൈപോളിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് ഉള്ള പോയിന്റാണ്, ഇക്വറ്റോറിയൽ ലൈനിൽ ഉള്ള പോയിന്റാണ് P എന്ന് പറയുന്നത്. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് ഉള്ള പോയിന്റാണ് P എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം പിയിലെ ഈ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ -q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും +q മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. അന്നേരം ആദ്യമേ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു P,
ഡ്യൂ ടു മൈനസ് ക്യൂ അറ്റ് എ. ആ പോയിന്റ് നമുക്ക് എ എന്ന് കൊടുക്കാം. ഈ പോയിന്റ് എ എന്ന് കൊടുക്കാം, ഈ പോയിന്റ് ബി എന്ന് കൊടുക്കാം. ആദ്യമേ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ അറ്റ് എ. എയിലെ മൈനസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ അറ്റ് എ. എയിലെ മൈനസ് ക്യൂ മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r² ആണ്. ഇവിടെ നമുക്ക് എഴുതാം മൈനസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് EA ഈസ് ഈക്വൽ ടു വെക്ടർ ഫോമിൽ നമുക്ക് ലാസ്റ്റ് എഴുതാം. ഇപ്പം നമുക്ക് എഴുതാം EA ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/എയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് ഇപ്പം നമ്മൾ വേറെ ഒന്ന് ഇവിടെയുള്ളൂ ഡിസ്റ്റൻസ് എ, ഇവിടെ 6. ഇവിടുത്തെ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ AP എന്ന് തന്നെ ആ പേരം കൊടുക്കുവാണ്. AP² എന്ന് കൊടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പി ഡ്യൂ ടു മൈനസ് ക്യൂ അറ്റ് എ. EA ഈസ് ഈക്വൽ ടു 1/4πε0 Q/AP². ഇനി നമുക്കറിയാം ഈ ആംഗിൾ തീറ്റയാണ്. ഈ AP എന്ന് പറയുന്നത് നമുക്ക് AP² നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആവുന്ന സമയത്തോ അതിൻ്റെ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അന്നേരം ഇവിടെ ഹൈപ്പോട്ടനസ് പറയുമ്പോൾ AP ആണ്. AP² ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ബേസ് സ്ക്വയർ A² പ്ലസ് R². A² പ്ലസ് R². ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. EA ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/AP² സ്ഥാനത്ത് A² പ്ലസ് R² എന്ന് കൊടുക്കാം. അന്നേരം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. അന്നേരം ഈ എയിലെ മൈനസ് ക്യൂ മൂലം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിലേക്ക് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വരണം. ആ ഡയറക്ഷൻ നമ്മൾ വരച്ച് കാണിക്കുന്നു. ഇതാണ് EA എന്ന് പറയുന്നത്, വെക്റ്റർ EA എന്ന് പറയുന്നത്. വെക്റ്റർ ഫോമിൽ എഴുതും, നമുക്ക് ലാസ്റ്റ് എഴുതാം. ഇപ്പം നമ്മൾ EA എന്ന് കൊടുക്കുന്നു. EA ഇപ്പോൾ ഇവിടെ വെക്റ്റർ കൊടുക്കാം, വെക്റ്റർ EA എന്ന് കൊടുക്കുന്നു. ഡയറക്ഷൻ മനസ്സിലായാൽ ഡയറക്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കൊടുക്കുന്നത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിന്, എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്കാണ്. അതുകൊണ്ടാണ് പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ നെഗറ്റീവ് ചാർജിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചിരിക്കുന്നത്. ഇനി അന്നേരം EA എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നു. അന്നേരം EA ഈസ് റിസോൾവ്ഡ് ഇൻറ്റു ഈ വെക്റ്റർ EA ഈസ് റിസോൾവ്ഡ് ഇൻറ്റു 2 കമ്പോണൻസ്. 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. ഈ ആംഗിൾ തന്നെ അതാണ്ട് ഇവിടെ വരുന്നു. നമ്മൾ നോക്കുക, ശ്രദ്ധിച്ചോളാം, ഫിഗർ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചോളാം, ഫിഗർ നോക്കി പഠിക്കാവൂ. അന്നേരം നോക്കിക്കുക, ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. വെക്റ്റർ EA ഈസ് റിസോൾവ്ഡ് ഇൻറ്റു 2 കമ്പോണൻസ്. 2 കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നമ്മൾ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് താണ്ട് ഇങ്ങോട്ടേക്ക്. അന്നേരം നോക്കിക്കേ, ഈ ആംഗിളുമായിട്ട് നോക്കുമ്പോൾ ഇത് ഹൈപ്പോട്ടനസും ഇത് അഡ്ജസൻ്റ് സൈഡും ഹൈപ്പോട്ടനസുമായിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? കോസാണ്. അന്നേരം EA കോസുമായിട്ട് ചേർത്തിട്ട് ഇവിടെ അങ്ങ് പറയണം. അന്നേരം EA cos θ. ഓക്കെ, ഇനി ഈ ആംഗിളുമായിട്ട് നോക്കുമ്പം ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസുമായിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ സൈനാണ്. ഈ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് EA sin θ എന്നാണ് നമുക്ക് വേണ്ടത്. ഇപ്പുറത്തോട്ട് എഴുതാം. ഈ സൈഡ് റെക്റ്റാങ്കുലർ ആകുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഈക്വൽ ആയിരിക്കും. ഇത് ഈക്വൽ ആണ്, ഇതിൻ്റെ അതേ തന്നെ ആയിരിക്കും ഇപ്പുറത്ത് വരുന്നത്. അന്നേരം ഇത് അഡ്ജസൻ്റ് സൈഡ്. ഈ മനസ്സിലായല്ലോ, ഈ P എന്ന് പറയുന്ന പോയിന്റിനെ ശ്രദ്ധിച്ചോണം, ആ ഫിഗർ ശ്രദ്ധിച്ചോണം. P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതാണ് EA എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത്. അന്നേരം ഈ കമ്പോണൻ്റ് ഈ സൈഡ് നമ്മൾ കണ്ടുപിടിക്കാൻ EA ഈസ് റിസോൾവ്ഡ് ഇൻറ്റു 2 കമ്പോണൻസ്. അഡ്ജസൻ്റ് സൈഡും ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്നത് കോസാണ്. അന്നേരം EA കോസായിട്ട് എടുത്തിട്ട് പറയണം, EA cos θ. അന്നേരം ഈ ആംഗിൾ തീറ്റയായിട്ട് നോക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്ന സൈനാണ്. അന്നേരം EA സൈനോട് ചേർത്ത് EA sin θ. ഈ സൈഡ് ഇത് തന്നെ ആയിരിക്കും ഇപ്പുറത്തും വരേണ്ടത്. അന്നേരം
ഇ എ സൈൻ തീറ്റ. അന്നേരം ഫിഗറിനകത്തിലേക്ക് ഇതാണ് ഇ എ സൈൻ തീറ്റ. ഓക്കെ, ഫിഗർ വൃത്തിയാക്കി മനസ്സിലായി കാണാം. ഇ എ കോസ് തീറ്റ, ഇ ബി സൈൻ തീറ്റ, ഇ എ സൈൻ തീറ്റ. അന്നേരം ഇവിടെ ഇ എ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അന്നേരം ഇ എ ഈസ് റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻസ്. ഇ എ ഈസ് റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻസ്. റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻസ്. രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഏതൊക്കെയാ? ഇ എ കോസ് തീറ്റ ആൻഡ് ഇ എ സൈൻ തീറ്റ. ഇ എ കോസ് തീറ്റ ആൻഡ് ഇ എ സൈൻ തീറ്റ. ഓക്കെ, അതേപോലെ തന്നെ അന്നേരം മൈനസ് ക്യൂ മൂലം ബിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു ഇ ആണ്. അതിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇ എ കോസ് തീറ്റയും ഇ എ സൈൻ തീറ്റയും പറഞ്ഞു. ഇനി പ്ലസ് ക്യൂ മൂലം ബിയിലെ പ്ലസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി at P due to plus Q at B. ബിയിലെ പ്ലസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി നമുക്ക് എഴുതാം. ഇ ബി ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇ ബി ഇസ് ഈക്വൽ ടു അന്നേരം ബിയിലെ പ്ലസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി നമുക്ക് പറയാം 1/4πε0 ക്യൂ ബൈ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ബി പി ആണ്. നമുക്ക് കൊടുക്കാം ബി പി സ്ക്വയർ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി പി സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹൈപ്പോട്ടൻസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബി പി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ താണ്ട ഹൈപ്പോട്ടൻസ് ആണ്. ഹൈപ്പോട്ടൻസ് പറയുമ്പോഴത്തേക്ക് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അന്നേരം എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഇ ബി ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. സിമിലർലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇ ബി ഈസ് റിസോൾവ്ഡ് ഇൻറ്റു, ഇവിടെയും ഇ ബി എന്ന് പറയുന്നത് ഈസ് റിസോൾവ്ഡ് ഇൻറ്റു ടു കമ്പോണൻസ്. രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞ ഡയറക്ഷൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്നാണ് പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് ചാർജിൽ ടെർമിനേറ്റ്. ഇവിടെ താണ്ടെ നെഗറ്റീവ് ചാർജിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന വരച്ച് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ചാർജിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ താണ്ടെ ഇപ്പോൾ പ്ലസ് ക്യൂ മൂലം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി അവിടെ നിന്ന് പോസിറ്റീവ് ചാർജിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അന്നേരം താണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇതാണ് ഇ ബി എന്ന് പറയുന്നത്, വെക്ടർ ഇ ബി. ഇവിടെയും ആംഗിൾ തീറ്റ. ഇവിടെയും ഇ ബി ഇസ് റിസോൾവ്ഡ് ഇൻറ്റു ടു കമ്പോണൻസ്, രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നോക്കുക, അന്നേരം ഇത് ഹൈപ്പോട്ടനസ് അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടനസും അഡ്ജസന്റ് സൈഡുമായിട്ട് വരുന്നത് കോസ് ആണ്. അന്നേരം ഇ ബിയെ കോസുമായിട്ട് ചേർത്തിട്ട് ഇവിടെ എഴുതണം ഇ ബി കോസ് തീറ്റ, ഇ ബി കോസ് തീറ്റ. അതാണ്ട് ഇവിടെ നമ്മൾ പറയുമ്പോൾ അതാണ്ടേ ഇ ബി എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ശ്രദ്ധിച്ചോളൂ, ഇ ബി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. ഈ ആംഗിൾ തീറ്റ ഹൈപ്പോട്ടനസും അഡ്ജസന്റ് സൈഡുമായിട്ട് വരുന്നത് കോസ് ആണ്. അന്നേരം ഇ ബിയെ കോസുമായിട്ട് ചേർത്തിട്ട് ഇവിടെ പറയുന്നത് ഇ ബി കോസ് തീറ്റ. ഇനി ഈ ആംഗിളായിട്ട് നോക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്ന സൈനാണ്. അന്നേരം ഇതിനെ ഇ ബി എ സൈനുമായിട്ട് ചേർത്തിട്ട് ഇ ബി സൈൻ തീറ്റ. അത് തന്നെ ആയിരിക്കും ഇപ്പുറത്ത് വരുന്നത് ഇ ബി സൈൻ തീറ്റ. അത് തന്നെ ഇങ്ങോട്ട് വരുന്നു. അന്നേരം ഇ ബി സൈൻ തീറ്റ. ഓക്കെ, അന്നേരം ഇവിടെ ഏതാണ്ട് നോക്കിക്കേ, ഇ ബി ഇസ് റിസോൾവ്ഡ് ഇൻറ്റു ടു കമ്പോണൻസ്, ഇ ബി ഇസ് റിസോൾവ്ഡ് ഇൻറ്റു ടു കമ്പോണൻസ്, ഇ ബി കോസ് തീറ്റ ആൻഡ് ഇ ബി സൈൻ തീറ്റ. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇ എ സൈൻ തീറ്റയും ഇ ബി സൈൻ തീറ്റയും, ഇ എയുടെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഇ എ സൈൻ തീറ്റയും ഇ ബിയുടെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഇ ബി സൈൻ തീറ്റയും ഈക്വലും ഓപ്പോസിറ്റാണ്. ഒരേ പോയിന്റിലാണ്, ലൈൻ ഓഫ് ആക്ഷനിലെ സെയിം ഒരേ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഈക്വലും ഓപ്പോസിറ്റുമാണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. ഏതൊക്കെയാ? ഇ എ സൈൻ തീറ്റയും ഇ ബി സൈൻ തീറ്റയും ഈക്വലും ഓപ്പോസിറ്റുമാണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെ ഒരേ ഡയറക്ഷൻ പോകുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇ എ കോസ് തീറ്റയും ഇ ബി സൈൻ തീറ്റയും, ഇ എ കോസ് തീറ്റയും ഇ ബി കോസ് തീറ്റയും. അന്നേരം റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി പി എന്ന് പറയുമ്പോഴത്തേക്കോ ഈ കോസിന്റെ കമ്പോണൻസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. അന്നേരം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് പറയാം. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി
റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഈസ് ഈക്വൽ ടു കോസിൻ്റെ കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുക. ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഇ എയും ഇ ബിയും നമുക്കറിയാം. ഇ എയും ഇ ബി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1/4πε0 ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. രണ്ടും ഒരേ ടീം തന്നെയാണ്. എന്നാൽ നമുക്കിവിടെ എഴുതാം. ഇ എയുടെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, അതിൻ്റെ കൂടെ കോസ് തീറ്റയും കൂടെ ഉണ്ട്, ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഇ ബിയുടെ സ്ഥാനത്തും അതേ ടീം തന്നെ 1/4πε0 ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കോസ് തീറ്റ. അങ്ങനെ ഒരേ ടീം തന്നെയാണ് രണ്ട് പ്രാവശ്യം വന്നിരിക്കുന്നത്. അതായത് നമുക്ക് എഴുതാം 2 ഇൻറ്റു ഏതെങ്കിലും ഒരു ടീം അങ്ങ് നമുക്ക് എഴുതാം. അന്നേരം 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കോസ് തീറ്റ എന്ന് എഴുതാം. 2 പ്രാവശ്യം വരുന്നിരിക്കുന്നു. അതുകൊണ്ട് 2 ഇൻറ്റു ഏതെങ്കിലും ഒരു ടീം നമ്മളങ്ങ് എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ പോവുക. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഗറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കോസ് തീറ്റ, ഫിഗറിൽ നോക്കുന്ന സമയത്ത് ഫിഗർ ശ്രദ്ധിച്ചോണം. ഫിഗറിൽ നോക്കുന്ന സമയത്ത് കോസ് തീറ്റ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഫിഗറിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഈ ട്രയാങ്കിൾ എടുക്കുക അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ ഏതെങ്കിലും ട്രയാങ്കിൾ എടുക്കുക. ഇത് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് എ ആണ്. അന്നേരം ഈ തീറ്റയായിട്ട് നോക്കുന്ന സമയത്ത് അഡ്ജസന്റ് സൈഡ് എ ആണ്. അന്നേരം അഡ്ജസന്റ് എ ബൈ ഹൈപ്പോട്ടനസ് പറയുമ്പം എ പി അഡ്ജസന്റ് സൈഡ് എ പി. ഒരു എ പി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണം. അന്നേരം എ പി സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയായിരുന്നു. എ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ പി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. റൂട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് റേസ് ടു 1/2 എന്ന് കൊടുക്കാം. എ പി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം. അത് നമ്മൾ ഇങ്ങോട്ട് എഴുതാൻ പോകും. എ പിയുടെ സ്ഥാനത്ത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞേ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മുടെ ഇവിടെ നമ്മൾ കോസ് തീറ്റയുടെ ടൈം നമുക്ക് കിട്ടി. എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. സ്ക്വയർ റൂട്ട് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ 1/2 എന്ന് കൊടുത്തത്. അത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കോസ് തീറ്റയുടെ സ്ഥാനത്ത് എ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇതിനകത്തിൽ ഇതാണ്ട് 2AQ എന്ന് പറയുന്ന ടീം നമ്മൾ എടുക്കുക. 2AQ ഇസ് ഈക്വൽ ടു പി ആണ്. 2AQ ഇസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് 2AQ ഇസ് ഈക്വൽ ടു പി ആണ്. ഡൈപോൾ മൊമെന്റ് ആണ്. അന്നേരം ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന സമയത്ത് അന്നേരം ഈ 2AQന്റെ സ്ഥാനത്ത് നമുക്ക് പി എന്ന് കൊടുക്കാം. അന്നേരം 2 പോയി AQ, അത് 3 കൂടെ ചേർന്ന് നമുക്ക് പി എന്ന് കൊടുത്തിരിക്കുന്നു. അന്നേരം ഇവിടെ നമുക്ക് ബാക്കിയുള്ള ടൈം എന്ന് പറയുമ്പോൾ 1/4πε0 ഇൻറ്റു 2AQന്റെ സ്ഥാനത്ത് നമുക്ക് പി എന്ന് കൊടുക്കാം. പി ഡിവൈഡഡ് ബൈ താഴെയുള്ള ടൈം എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. ഇനി നമ്മൾ എക്സ്പോണന്റ് ലൈൻ അനുസരിച്ചിട്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പോണന്റ് നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് വെച്ച് ആർ സ്ക്വയർ റേസ് ടു ഒന്നുമില്ലെന്ന് വെച്ചാൽ അവിടെ 1 ഉണ്ട്. അന്നേരം ഇതിൻ്റെ എക്സ്പോണൻ്റ് ഇതിൻ്റെ പവറായിട്ടുള്ള 1ഉം ഇതിൻ്റെ പവർ 1/2 അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആ എക്സ്പോണൻ്റ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അന്നേരം നമുക്ക് എഴുതാം 1 ഇതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഇതിൻ്റെ 1/2 അന്നേരം 1 + 1/2. 1 + 1/2 എന്ന് പറയുമ്പം ഡിനോമിനേറ്റർ നമ്മൾ എഴുതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം 2 ഇൻറ്റു 1 + 1 അതായത് 2 + 1/2 = 3/2 എന്ന് വരും. അന്നേരം നമുക്ക് ഇവിടെ കൊടുക്കാം
1/4πε0 into P by A square plus R square the whole raised to 3/2 നായി ഈസ് ഈക്വൽ ടു. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നു. നമ്മുടെ ആ ഫിഗറിനകത്തിൽ നമ്മൾ നോക്കാം. ഫിഗറിനകത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ടേം ആയിരിക്കും. അന്നേരം എ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇഫ് എ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് വെരി വെരി ലെസ് ദാൻ ആർ സ്ക്വയർ, ദെൻ എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. എ സ്ക്വയറിനെ നമുക്കങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അങ്ങനെ നമുക്ക് എഴുതാം. therefore E is equal to ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E is equal to 1/4πε0 into Q by നമുക്ക് എ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യാം. എ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് അവിടെ ഏത് മാത്രമേ ഉള്ളൂ? ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അന്നേരം ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. ഹോൾ റൈസ് ടു 3/2. നമ്മൾ പറഞ്ഞ ഇക്വേഷനകത്തിൽ ആ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. എ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ. ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു 3/2. ഈ 2ഉം 2ഉം കൂടെ വെട്ടിപ്പോവും. അന്നേരം നമുക്ക് എഴുതാം ആർ ക്യൂബ് എന്ന് ഇരോടെ. അന്നേരം ഇ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ ക്യൂബ്, 2/r³. ഇൻ വെക്റ്റർ ഫോം. ഇനി നമ്മൾ വെക്റ്റർ ഫോം എന്ന ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്സിയൽ ലൈനിൽ ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് ക്യൂ അല്ല പി ആയിരുന്നു. ക്യൂ അല്ല പി ആണ് ഇവിടെ. പി 2AQ എന്ന് പറയുന്നത് നമ്മൾ പി ആക്കിയായിരുന്നു. ഇക്വേഷനിൽ പി ആയിരുന്നു. പി ബൈ ആർ സ്ക്വയർ ദ ഹോൾ റൈസ് 3/2 ആണ്. P/r³. P/r³. ഓക്കെ. പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ്. ഇനി ഇൻ വെക്റ്റർ ഫോം, വെക്റ്റർ ഫോമിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്റ്റർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു P/r³. ഇനി നമ്മളൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ഡൈപോൾ മൊമെന്റ് ടൈമിലാണ് ഇവിടെ ഡയറക്ഷൻ എടുക്കുന്നത്. ഡൈപോൾ മൊമെന്റ് നമുക്ക് ഇവിടെ നോക്കാം. ആ ഫിഗറിനകത്ത് ശ്രദ്ധിച്ചോണം. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. അന്നേരം ഇവിടെ നിന്ന് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഡയറക്ഷൻ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. പക്ഷെ നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്തത് EA കോസിറ്റിയും EB കോസിറ്റിയാണ്. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. അന്നേരം നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? -P ക്യാപ്പ് എന്ന് കൊടുക്കണം. അന്നേരം യൂണിറ്റ് വെക്ടർ P ക്യാപ്പാണ്. ഈ ഡൈപോൾ മൊമെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ നമ്മളവിടെ മൈനസ് കൊടുത്തു. അന്നേരം അവിടെ -P ക്യാപ്പ് എന്ന് കൊടുത്തു. ഇതാണ് വെക്റ്റർ ഫോമിൽ എഴുതുന്നത്. ഓക്കെ. അന്നേരം ഡെറിവേഷൻ അതേ വീഡിയോ കാണുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതി തന്നെ പഠിക്കണം. ആ ഫിഗർ നോക്കിയേ ഡെറിവേഷൻ ചെയ്യാവൂ. ഫിഗർ നോക്കി ഡെറൈവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മറന്നു പോകും. അടുത്ത നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും നമ്മൾ പറഞ്ഞു. ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും പറഞ്ഞു. ഇനി അതിൻ്റെ കമ്പാരിസൺ നമുക്ക് നോക്കാം. കമ്പാരിസൺ പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. കമ്പാരിസൺ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ചോദിച്ചു. അന്നേരം അത് ശ്രദ്ധിച്ചോണം. അന്നേരം കമ്പയർ ദ ഇലക്ട്രിക് ഫീൽഡ്സ് ഓൺ ദ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് ഇക്വേഷൻ നമുക്ക് നോക്കാം. വരാം. ആക്സിയൽ ലൈനിൽ നമുക്ക് നോക്കാം. ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ എഴുതിയായിരുന്നു. ഈ ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2P/r³. 2P/r³. വെക്ടർ ഫോം വേണ്ട, വെക്ടർ ഇല്ലാതെ നമുക്ക് എഴുതാം. 2P/r³. ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്ന സമയത്ത് 1/4πε0 ഇൻറ്റു P/r³ ആണ്. P/r³. അന്നേരം ഇതിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം.
അന്നേരം ഈ ആക്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതാൻ ശ്രദ്ധിച്ചോണം. ഈ ആക്സിൽ ഇസ് ഈക്വൽ ടു ഈ 2നെ ഞാൻ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇതിനകത്ത് രണ്ടിൽ നോക്കുക, പി ആർ ക്യൂബ്, പി ബൈ ആർ ക്യൂബ്, പി ബൈ ആർ ക്യൂബ്, 1/4. അന്നേരം 2നെ ഞാൻ സെപ്പറേറ്റ് എഴുതുക. 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു പി ബൈ ആർ ക്യൂബ് എന്ന് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/4πε0 പി ബൈ ആർ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഇക്വറ്റോറിയലാണ്. അന്നേരം ഈ സാധനം നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഇക്വറ്റോറിയൽ നിന്ന് കൊടുക്കാം. അന്നേരം ഈ ആക്സിൽ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കമ്പാരിസൺ. അങ്ങനെ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. റേഷ്യോ എന്താണെന്ന് ചെയ്താണ് ഈ ഇക്വറ്റോറിയൽ ഇപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ആക്സിയൽ ഡിവൈഡ് ബൈ ഈ ഇക്വറ്റോറിയൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 2 എന്ന് വരും. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുതണം. ഓക്കെ, അന്നേരം ഈ ആക്സിയൽ ഡിവൈഡ് ബൈ ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് എഴുതാം. തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാം. അവരെ ശ്രദ്ധിച്ചോളുക. അന്നേരം ഒന്നാമത്തെ കമ്പാരിസൺ എന്ന് പറയുന്ന സമയത്ത് കമ്പയർ ദ ഇലക്ട്രിക് ഫീൽഡ്സ് ഓൺ ദ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഒന്നാമത്തെ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ ആണ്. ഒന്നാമത്തെ കമ്പാരിസൺ ആയി. രണ്ടാമത്തത് ബോത്ത് ഫീൽഡ്സ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. രണ്ട് ഫീൽഡ്സ് നോക്കിക്കേ, ആർ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. മൂന്നാമത്തെ പോയിന്റ്, ദ ഡയറക്ഷൻ ഓഫ് ഈ ആക്സിയൽ ഈസ് പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന് പാരലൽ ആണ്. ഡയറക്ഷൻ ഓഫ് ഈ ആക്സിൽ ഈസ് പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് ദാറ്റ് ഓഫ് ഈ ഇക്വറ്റോറിയൽ ഈസ് ആന്റി പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആന്റി പാരലൽ ആയിരിക്കും. അതാണ്ട് ആ ഫിഗറിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഫിഗറിനകത്ത് നോക്കുന്ന സമയത്ത് നോക്കിക്കേ, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്, ഒരു ആൻറ്റി അന്നേരം നമുക്ക് നോക്കാം. ഡയറക്ഷൻ ഓഫ് ഈ ആക്സിൽ എന്ന് പറഞ്ഞാൽ പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് ആൻറ്റി പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ആണ്. ഓക്കെ, അന്നേരം ഈ രണ്ട് ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇക്വേഷനാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും.